ഞാനിതാ വന്നിരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായിട്ട്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മഞ്ചൂരിയനുമായിട്ടാണ്. കോളിഫ്ലവർ മഞ്ചൂരിയൻ വിത്തൗട്ട് സോസ്. ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, തനി നാടൻ രീതിയിൽ. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കോളിഫ്ലവർ 1/2 കിലോ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. സവാള മൊത്തം ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 1 ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്, 2 കളർ വീതം. അടുത്തത് തക്കാളി, ഇതൊരു പകുതി തക്കാളിയുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 3 പച്ചമുളക്. പിന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. പെരിഞ്ജീരകം അതും 1/2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കടുവറുക്കാൻ ആവശ്യമായ കറിവേപ്പില, ഉപ്പ്, ഗരം മസാല. നമുക്കിനി കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കോളിഫ്ലവർ. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് നമുക്കിനി തയ്യാറാക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് 3 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഈ കോളിഫ്ലവർ നമുക്കിതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. പൊടിഞ്ഞു പോകരുത്, നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ മതി, ഒരുപാടൊന്ന് മൂത്തൊന്നും പോകണ്ട. സവാള ഇത് ചെറിയൊരു വേവാണ്. ഇതിന് വറുത്ത് കോരി എടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കോളിഫ്ലവറും കൂടി വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉപ്പ് ചേർക്കാം, പെട്ടെന്ന് വഴണ്ട് വരും. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടി ഇളക്കി കൊടുക്കാം. പെരിഞ്ജീരകം കൂടി ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളി ഇതെല്ലാം നന്നായിട്ട് വെന്തിരിക്കും. നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. കോരി വെച്ച സവാള, ക്യാപ്സിക്കം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പൊക്കെ ആവശ്യാനുസരണം ഇടണം. ഞാനിപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വന്നിട്ടേക്കാം. സോസൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഡിഷ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാം.
നാടൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ചോറിനോടായാലും ദോശ, അപ്പം, ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണിത്. ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ഒരു 3 മിനിറ്റ്സ് എങ്കിലും വീഡിയോ കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി അൺസബ്സ്ക്രൈബ് ആയി പോകുന്നതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതാണ്. ഐ ആം സൈനിങ് ഓഫ്. ബൈ.